നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്ത് 2024 നടന്ന പി എസ് സി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? യെസ്, 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. എങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ഗാന്ധിജി, യെസ്, ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലേ. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലേ. ഈ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം അറിയോ? ചമ്പാരൻ സത്യാഗ്രഹം 1917 ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം 1917. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്ന് ചോദിച്ചാൽ പറയണം യെസ്, റൗലറ്റ് നിയമം അല്ലേ. റൗലറ്റ് നിയമം, ഓപ്ഷൻ ഡി റൗലറ്റ് നിയമം. എങ്കിൽ അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം നടന്ന വർഷം? അഹമ്മദാബാദ് കോട്ടൺ മിൽ 1918. ഖേദ സമരം നടന്ന വർഷം? ഖേദ സമരം 1918. എങ്കിൽ നിസ്സഹരണ സമരം നടന്ന വർഷം 1920. ഓർത്തു വെക്കുക. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകത, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. എങ്കിൽ അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം 1918, ഖേദ സമരം 1918, നിസ്സഹരണ സമരം 1920. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചർച്ച ചെയ്തത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമം. എങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എപ്പോഴാണ്? 1919 ഏപ്രിൽ 13. ഓർത്ത് വെക്കുക. പി എസ് സി ചോദിച്ചതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര് എന്നാണ് ചോദ്യം. എന്താണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ? ഇതിൽ ഓപ്ഷൻ എ ചന്ദ്രശേഖർ ആസാദ് ഉണ്ട്, ഓപ്ഷൻ ബി ഭഗത് സിംഗ് ഉണ്ട്, ഓപ്ഷൻ സി രാജ്ഗുരു, ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ്. ആരാണ്? ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ഉദ്ധം സിംഗ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കാരം വരുന്നത് ചർച്ച ചെയ്തതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേൽ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേൽ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. ഇപ്പം വട്ടമേൽ സമ്മേളനം നടന്ന വർഷം എപ്പോഴാണ്? 1930, 31, 32. 1930, 32 വർഷങ്ങളിലാണ് വട്ടമേൽ സമ്മേളനം നടന്നത്. ഈ 3 വട്ടമേൽ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വ്യക്തി ആര് എന്നാണ് പി എസ് ചോദിച്ചത്. യെസ്, ഡോക്ടർ BR അംബേദ്കർ ആണ്. ഏത്? യെസ്, പി എസ് സി പല തവണ ചോദിച്ച ചോദ്യങ്ങളാണ്. ഏത്? 3 വട്ടമേൽ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത്. ഇപ്പം 6ാമത്തെ ക്വസ്റ്റ്യനും 7ാമത്തെ ക്വസ്റ്റ്യനും പി എസ് സി റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി 8ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത് എന്നാണ് ചോദ്യം. എന്താണ് നമ്മൾ നിർദ്ദേശകങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ്? ഓപ്ഷൻ എ ജില്ലാ കോടതി ഉണ്ട്, ഓപ്ഷൻ ബി മുൻസിഫ് കോടതി ഉണ്ട്, പിന്നെയോ CJM കോടതി ഉണ്ട്, പിന്നെ കോടതിയെ സമീപിക്കാനാകില്ല എന്നൊരു ഓപ്ഷൻ പി എസ് സി കൊടുത്തിട്ടുണ്ട്. ഏതാണ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി? നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി നമുക്ക് കോടതിയെ സമീപിക്കാനാകില്ല അല്ലേ. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി നമുക്ക് കോടതിയെ സമീപിക്കാനാവുക? കോടതിയെ സമീപിക്കാൻ ആകില്ല. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം?
ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് പാർലമെന്റിന്റെ ചുമതല എന്ത് എന്നാണ് ചോദ്യം. എന്താണ് പാർലമെന്റിന്റെ ചുമതല? നിയമനിർമ്മാണമാണല്ലേ. ഓപ്ഷൻ ബി, നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ് ആര്? പാർലമെന്റ്. അപ്പം ആരൊക്കെ ഉൾപ്പെടുന്നതാണ് പാർലമെന്റ് പറഞ്ഞാൽ? പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭ, ലോകസഭ, പിന്നെ രാഷ്ട്രപതി. അപ്പം പാർലമെന്റ് എന്ന് പറയുന്നത് രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി എന്നിവ ഉൾപ്പെടുന്ന പാർലമെന്റ്. നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതലയായിട്ട് വരുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി PSC എന്താണ് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. PSC 11ാമത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി PSC ക്യാൻസൽ ചെയ്തതാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവ് മലയാളി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? കേരള കലാമണ്ഡലം സ്ഥാപിച്ച വ്യക്തി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. എങ്കിൽ സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം നടപ്പിലാക്കിയത് നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. ആരാണ്? സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമികൾ. ഇനി സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് നമുക്കറിയാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലേ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏതിനാണ്? ബ്രസീലാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയ രാജ്യം ഏതാണ്? ബ്രസീൽ. ഇനി ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? അപ്പം ശ്രീലങ്കയിൽ പ്രസിഡന്റിന് തൊട്ട് മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? നിലവിലെ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസാനായകയാണെങ്കിൽ ഈ അനുരകുമാര ദിസാനായകയ്ക്ക് തൊട്ട് മുന്നിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചാൽ പറയണം റെനിൽ വിക്രംസിൻഹെ. ആരാണ്? റെനിൽ വിക്രംസിൻഹെ. എങ്കിൽ 18ാമത്തെ ക്വസ്റ്റ്യൻ PSC എത്രയോ തവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ പറയണം ആരാണ്? VP മേനോൻ. ആരാണ്? VP മേനോൻ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ ആണല്ലേ. ഇനി ഉരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാഷ്ട്രങ്ങളുമാണ് PSCയുടെ ഇഷ്ട ചോദ്യമാണ്. ഭിലായ് ഏതാണ്? ഭിലായ്. ഉരുമ്പുരുക്ക് ശാല ഭിലായ് ഛത്തീസ്ഗഡിലാണ്. സഹായം നൽകിയ രാഷ്ട്രം ഏതാണ്? ഭിലായ് ഛത്തീസ്ഗഡ്. ഏതാണ് ഭിലായ് ഛത്തീസ്ഗഡ്? റഷ്യ അല്ലേ. സോവിയറ്റ് യൂണിയൻ എന്ന് വരും. സോവിയറ്റ് യൂണിയൻ. ഇനി ബൊക്കാറോ ജാർഖണ്ഡാണ്. ബൊക്കാറോ ആരാ വരിക? ബൊക്കാറോ റഷ്യ, സോവിയറ്റ് യൂണിയൻ. ഇനി റൂർക്കേല എവിടെയാണ്? ഒഡീഷ സഹായം നൽകിയത് ജർമ്മനിയാണ് അല്ലേ. ഇനി ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ. അപ്പം ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ശരിയായിട്ട് ഉത്തരം. A1, B2, C3, D4. ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യ, ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ, റൂർക്കേല ഒഡീഷ ജർമ്മനി, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇതാണ് ചോദ്യം. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അറിയോ? വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം ഇവിടെ ചോദിച്ചാൽ പറയണം അത് ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹി. 1979 സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് രൂപീകരിച്ചത്
ആസ്ഥാനം എവിടെ ചോദിച്ചാൽ പറയണം, എവിടെയാണ്? ന്യൂഡൽഹി. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം എപ്പോഴാണ് കൂട്ടുകാരെ? അത് 1986. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1986. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? യെസ്, 22 ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിലുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ. 23ാമത്തെ ക്വസ്റ്റ്യൻ, ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ലോക ഫുട്ബോൾ ദിനം മെയ് 25. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? മെയ് 20. നെക്സ്റ്റ്, 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? എന്താണ് ക്വസ്റ്റ്യൻ? 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? യെസ്, പ്രതിഭ റായി ആണ് അല്ലേ? പ്രതിഭ റായി. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? പ്രതിഭ റായി ആണെങ്കിൽ 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത് എന്നാണ് ചോദ്യം. ഇതിൽ തെറ്റ് ഏത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഇതിൽ തെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇതിൽ തെറ്റായിട്ട് വരുന്നത്. ശരിയായ പ്രസ്താവനകൾ ഞാൻ പറയാം. ഇന്ത്യയുടെ അക്ഷാംശം എത്രയാണ്? അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. അത് ശരിയാണ്. അതുപോലെ തന്നെ ഈ ബിയും ഡിയുമാണ് തെറ്റായിട്ട് വരുന്നത്. ഇന്ത്യയുടെ അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണല്ലേ. ഇനി ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായ സ്ഥാനം അക്ഷാംശം ചോദിച്ചാൽ പറയണം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. എങ്കിൽ രേഖാംശ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയും? സിയാച്ചിലാണല്ലേ. സിയാച്ചിൽ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിലാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്താനാണ് 28ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? ഒറ്റയാനെ കണ്ടെത്തുക. അപ്പം ഇതിൽ ഓപ്ഷൻ എ ഉത്തരപർവ്വത മേഖല തന്നിട്ടുണ്ട്. പിന്നെയോ ഓപ്ഷൻ സി ഉത്തരേന്ത്യൻ സമതലം തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി തീരസമുദ്രങ്ങളും ദ്വീപുകളും തന്നിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ ബി ഹിമാലയം തന്നിട്ടുണ്ട്. ഇതിൽ ഒറ്റയാൻ ആരാണ്? ഹിമാലയമാണല്ലേ. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതയിൽ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, പൊതുവെ പീഠഭൂമി, തീരസമുദ്രവും ദ്വീപുകളുമായിട്ടാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ ഒറ്റയാൻ ആരാണ്? ഓപ്ഷൻ ബി ഹിമാലയമാണല്ലേ. ഓപ്ഷൻ ബി ഹിമാലയം. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ ശരി ഏത് എന്നാണ്? നമ്മൾ ഇന്ത്യയുടെ പഠിച്ചല്ലോ. ഇന്ത്യയുടെ അക്ഷാംശം പഠിച്ചു, ഇന്ത്യയുടെ രേഖാംശം പഠിച്ചു. ഇനി കേരളത്തിൻ്റെ അക്ഷാംശവും കേരളത്തിൻ്റെ രേഖാംശവുമാണ് PSC ചോദിച്ചത്. ഇതിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. എങ്കിൽ ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിൻ്റെ അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ് വടക്ക് മുതൽ 12 ഡിഗ്രി 48 മിനിറ്റ് വടക്ക് വരെ. ശരിയാണോ? അത് ശരിയാണോ? അത് ശരിയാണ്. കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? കേരളം. നമ്മൾ കേരളത്തിൽ എല്ലാവർക്കും 8ൻ്റെ പണിയല്ല എപ്പം കിട്ടൽ. അപ്പോൾ നമുക്ക് 8ഉമായിട്ട് ബന്ധപ്പെടുത്താം. നമ്മൾ കേരളത്തിൽ ഉരുൾപൊട്ടൽ, അങ്ങനെ വെള്ളപ്പൊക്കം, അങ്ങനെ എപ്പം മഴക്കാലത്തിൽ 8ൻ്റെ പണിയാണ്. അപ്പം കേരളത്തിൻ്റെ അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ് മുതൽ 12 ഡിഗ്രി 48 മിനിറ്റ് വരെ. ഓക്കെ. അപ്പം 8 ഡിഗ്രി 18 മിനിറ്റും വടക്ക് മുതൽ
12 ഡിഗ്രി 48 മിനിറ്റ് വടക്ക് വരെ. എങ്കിൽ രേഖാംശം, കേരളത്തിൻ്റെ രേഖാംശം എത്രയാണ്? അത് 72 ഡിഗ്രി, എത്രയാണ്? 72 ഡിഗ്രി 52 മിനിറ്റ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 27 മിനിറ്റ് കിഴക്ക് വരെയാണ് രേഖാംശം 7 ആണ് കേട്ടോ. രേഖാംശത്തിന് ഏറ്റവും കൂടുതൽ 74 ഡിഗ്രി 52 മിനിറ്റ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 മിനിറ്റ് കിഴക്ക് വരെ. ഇനി ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ എത്ര തരംതിരിച്ചിട്ടുണ്ട്? ഭൂപ്രകൃതി അടിസ്ഥാനത്തിൽ കേരളത്തെ 3 മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പം ഈ 3 പ്രസ്താവനകളും ശരിയാണ്, ഓർത്തിരിക്കുക. എല്ലാ പരീക്ഷയിലും മിക്ക പരീക്ഷകളിലും കേരളത്തിൻ്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ കേരളത്തിൻ്റെ അക്ഷാംശ രേഖാംശം ചോദിച്ചു കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? 8 ഡിഗ്രി 18 മിനിറ്റ് വടക്ക് മുതൽ 12 ഡിഗ്രി 48 മിനിറ്റ് വടക്ക് വരെ. രേഖാംശ സ്ഥാനം 74 ഡിഗ്രി 52 മിനിറ്റ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 മിനിറ്റ് കിഴക്ക് വരെ. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക എന്നാണ് തന്നിട്ടുള്ളത്. കുറച്ച് സൂചന തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഭാഗമാണ് അല്ലെങ്കിൽ ഏതാണ് തിരിച്ചറിയാൻ തന്നിട്ടുണ്ട്? ഒന്നാമത്തെ പ്രസ്താവന, പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏത് എന്നാണ് ചോദ്യം. രണ്ടാമത്തത്, ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്തെന്നറിയോ? ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് എന്നാണ് ചോദ്യം. ഇതിൽ ഏതാണ്? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം. അപ്പോൾ പാലക്കാട് ചുരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഈ 3 പ്രസ്താവനകളും. ഓർത്തു വെക്കുക. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാതയാണ് ഇത്, പാലക്കാട് ചുരം. ഈ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത PSC NH ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ NH 544 NH 544. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട് പാലക്കാട് ചുരത്തിന്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? യെസ്. ഇനി 32ാമത്തെ ചോദ്യം ഇതാണ്. കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക എന്നാണ് ചോദ്യം. ഇതാണ് കേരളത്തിലെ നദികൾ. കേരളത്തിൽ എത്ര നദികളുണ്ട്? കേരളത്തിൽ 44 നദികളുണ്ട്. ഈ കേരളത്തിൽ 44 നദികൾ, ചില നദികൾ കല്ലടയാറ്, ചാലിയാറ്, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ എന്നീ നദികളെ തന്നിട്ടുണ്ട്. ഇവയെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ ക്രമീകരിക്കുക. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്. ഭാരതപ്പുഴ ആദ്യം, പിന്നെ പമ്പ, ചാലിയാറ്, കടലുണ്ടി, കല്ലടയാറ്. ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ്, കടലുണ്ടി, കല്ലടയാറ്. നെക്സ്റ്റ്, കേരളത്തിലെ നദികളിൽ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ A മഞ്ചേശ്വരം പുഴ, ഓപ്ഷൻ B ഉപ്പളപ്പുഴ, ഓപ്ഷൻ C ഷിറിയ, ഓപ്ഷൻ D നെയ്യാർ. ഇതിൽ തെറ്റായ അല്ലെങ്കിൽ ഒറ്റയാന ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ D നെയ്യാറാണല്ലേ. ഓപ്ഷൻ D നെയ്യാറാണ്. ഇനി എന്തുകൊണ്ടാണ് നെയ്യാർ എന്ന് നെയ്യാർ ഒറ്റപ്പെടാൻ കാരണം? ബാക്കിയെല്ലാം മഞ്ചേശ്വരം പുഴയും ഉപ്പളയും ഷിറിയും എല്ലാം കാസർഗോഡ് ജില്ലയിലാണ് അല്ലേ. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏത് എന്നാണ് ചോദ്യം. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? NW3. ഇനി കേരളത്തിലെ വനിത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ A ശബരിഗിരി പത്തനംതിട്ട എന്നിട്ടുണ്ട്. ഓപ്ഷൻ A ശബരിഗിരി പത്തനംതിട്ട. ശരിയാണോ? ശബരിഗിരി പത്തനംതിട്ടയിലാണ് ചെയ്യുന്നത്. ശരിയാണ്. ഇനി ഇടുക്കി പദ്ധതി എന്താണ്? ഇടുക്കി ജില്ലയിലാണോ? ഇടുക്കിയാണല്ലേ. ഇനി കുറ്റ്യാടി പദ്ധതി കോഴിക്കോട്. ശരിയാണോ? ശരിയാണ്. ഇനി സിയാൽ പദ്ധതി എറണാകുളം. തെറ്റായ പ്രസ്താവനയാണ്. ഇതിൽ തെറ്റായത് സിയാൽ പദ്ധതിയാണ്. പഠിച്ചു വെക്കുക. ശബരിഗിരി എവിടെയാണ്? ശബരിഗിരി പത്തനംതിട്ട. ഇടുക്കി പദ്ധതി ഇടുക്കിയിലാണ്. കുറ്റ്യാടി പദ്ധതി കോഴിക്കോട്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരും ചോദിച്ചാൽ പറയണം ആരാണ്? കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ.
അപ്പം കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ് അല്ലേ. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്നും കേരളത്തിൽ വന്യജീവി സങ്കേതം ഏതെന്ന് കണ്ടെത്തുക. അപ്പം ഒരു വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ തന്നിട്ടുള്ളത്. ആ പ്രസ്താവനയിൽ നിന്നും ഏത് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഇതെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഈ വന്യജീവി സങ്കേതം. ഏത് വന്യജീവി സങ്കേതം എന്നറിയോ? ഇനി അതറിയില്ല എങ്കിൽ രണ്ടാമത്തെ പ്രസ്താവന നോക്കുക, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടും. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാനെയും നക്ഷത്ര ആമകളെയും അവരുടെ വാസസ്ഥലമായ വന്യജീവി സങ്കേതം ഏതാണ്? അത് ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. അപ്പോൾ ചിന്നാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഏതൊക്കെ? പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഏത്? ചിന്നാർ വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാനെയും നക്ഷത്രാമകളുടെയും വാസസ്ഥലമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഇനി ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ ആരെന്ന് ചോദിച്ചാൽ പറയണം ആരാണ്? നമ്മുടെ വാർഡ് മെമ്പർ. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് കൂട്ടുകാരെ? വാർഡ് മെമ്പറാണ്. എങ്കിൽ പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ല. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ല. 40ാമത്തെ ക്വസ്റ്റ്യനാണ്, കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലിൻ്റെ പേര് ഏതാണ്? കർഷകർക്കായുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ എന്ന് ചോദിച്ചാൽ പറയണം അത് കതിർ ആപ്പ്. ഏതാപ്പാണ്? കതിർ ആപ്പ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ്. ഇനി ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര് ചോദിച്ചാൽ എന്ന് പറയും? ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? നമ്മുടെ സംസ്ഥാന മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും പഠിച്ചിട്ട് പോവുക, ക്വിസ് ചോദിക്കും. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര് ചോദിച്ചാൽ പറയണ ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. ഇനി പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? അത് 89.45 മീറ്റർ. എത്രയാണ്? 89.45 മീറ്റർ. പാരീസ് 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം 89.45 മീറ്റർ. എങ്കിൽ 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇതാണ് യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര ചോദിച്ചാൽ പറയണം? 134. എത്രയാണ്? 134. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ബുധനാണല്ലേ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധൻ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധൻ. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏതാണ്? എന്താണ്? സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപം കൊണ്ട സംഗീത ശൈലി എന്ന് വെച്ചാൽ പറയണം അതേതാണ്? ഹിന്ദുസ്ഥാൻ സംഗീതം. എന്താണ്? ഹിന്ദുസ്ഥാൻ സംഗീതം. സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം. 46ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ്? എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ പറയുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. 47ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ്? യെസ്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ പഠിച്ചിരിക്കുക. മാർച്ച് മുതൽ ഏപ്രിൽ വരെ എന്ന് മാത്രം പഠിക്കാതെ ഏപ്രിൽ 1 മുതൽ അല്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ ഡേറ്റ് പഠിക്കുക. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്.
48ാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഈ വാക്കുകൾ ആരുടേതാണ് എന്നാണ് ചോദ്യം. നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഈ വാക്കുകൾ നമ്മുടെ ഗാന്ധിജി. ഓപ്ഷൻ ബി ഗാന്ധിജി. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം ഏതാണ്? ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങിയ ചിത്രമാണ് 800. ഇത് 800. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് 800. 50ാമത്തെ ക്വസ്റ്റ്യൻ, ലോക അധ്യാപക ദിനം എന്നാണ്? ലോക അധ്യാപക ദിനം എന്നാണ്? ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. 51ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ദ്ര. ഏതാണ്? ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം 2024 G20 ബ്രസീൽ. ഏതാണ്? ബ്രസീൽ. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. ഇനി താഴെ പ്രസ്താവന വിലയിരുത്തി താഴെ പറയുന്നതിന് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഏതാണ് എന്ന് നോക്കാം. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. ശുദ്ധരക്തം വഹിക്കുന്ന, അത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശശിര. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ഇത് ശ്വാസകോശശിര. ഇനി 3ാമത്തെ പ്രസ്താവന, അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശധമനി. അത് ശരിയായ പ്രസ്താവനയാണ്. അശുദ്ധ രക്തം വഹിക്കുന്നതാരാണ്? ശ്വാസകോശ ധമനി. ശുദ്ധരക്തം വഹിക്കുന്ന സ്ഥിതിയാണ് ശ്വാസകോശശിര. ഓക്കെ അല്ലേ? ഇതിൽ ഓപ്ഷൻ ഡി ബിയും സിയും ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഇനി താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. 54 കൊഴുപ്പിൽ ലയിക്കുന്ന. അപ്പം നമ്മൾ എന്താ പഠിച്ചത്? 54 അടക്ക്, ADEK അല്ലേ? അടക്ക് കൊഴുപ്പില്ല, ADEK. ഇതിൽ ശരിയായിട്ട് വരുന്നത് ഇതാണ്, ഓപ്ഷൻ ADEK. ഇതിൽ എയും ഡിയും ബിയും സിയും, ബിയും സിയുമാണ് ശരിയായിട്ട് ഉത്തരം വരിക. ബിയും സിയും, ഓപ്ഷൻ ബി. 54 ഓപ്ഷൻ ശരിയായിട്ട് വരുന്നതല്ലേ? അപ്പം ഓപ്ഷൻ ഡി, എയും ഡിയും. ഇനി താഴെ പറയുന്നതിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ് ഇത്? ലോലയുണ്ട്, മാലികയുണ്ട്, ജ്വാലാമുഖിയുണ്ട്, ഭാഗ്യലക്ഷ്മി. ഇതിൽ പച്ചമുളകാണ് ഏത്? 55 ഓപ്ഷൻ സി ജ്വാലാമുഖി. ഓപ്ഷൻ സി ജ്വാലാമുഖി. ഇനി താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏത് എന്നാണ് ചോദ്യം. ഫിറമോണിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ എന്താണ്? സൈറ്റോകൈൻ ഉണ്ട്. ഓപ്ഷൻ സി ഓക്സിൻ ഉണ്ട്. ഓപ്ഷൻ ഡി ജിബറിലിൻ ഉണ്ട്. ഓപ്ഷൻ ഡി ബോബിക്കോൺ ഉണ്ട്. ഇതിൽ ഫിറമോണിന് ഉദാഹരണം ഏതാണ്? ഫിറമോൺ ഉദാഹരണം ഓപ്ഷൻ ബി ബോബിക്കോൺ. ഓപ്ഷൻ ബി ബോബിക്കോൺ. താഴെ പറയുന്നവയിൽ ഫിറമോൺ ഉദാഹരണമായത് ഏത്? ബോബിക്കോൺ ആണ്. ഇനി താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റീവ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം. എക്സിറ്റീവ് കൺസർവേഷൻ ഉദാഹരണമാണ് ഏത്? ബൊട്ടാണിക്കൽ ഗാർഡൻ. ഏതാണ്? ഓപ്ഷൻ എ ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പം ബൊട്ടാണിക്കൽ എക്സിറ്റീവ് കൺസർവേഷൻ ആണ് ഇത്, ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19. ഏതാണ്? COVID-19. 2023 വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19. നിപ രോഗത്തിന് കാരണമായ രോഗമാണ് ഏതാണ്? നിപ രോഗം. നിപ രോഗത്തിന് കാരണം വൈറസാണോ ബാക്ടീരിയ ആണോ? നിപ രോഗം വൈറസ് ആണ് അല്ലേ? ഇനി ഇവിടെ മങ്കി പോക്സ് ഇല്ലേ? മങ്കി പോക്സ് വൈറസ് ആണ്. അതുപോലെ തന്നെ കൊറോണ വൈറസ് ആണ്.
ഇനി ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം എന്താണ്? ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രകാശ പ്രതിഭാസത്തിന് പറയാം പ്രകീർണനം എന്ന് പറയാം. എന്താണ് പ്രകീർണം? ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രവർത്തനത്തെ പ്രകീർണം എന്ന് പറയുന്നു. എങ്കിൽ 61ാമത്തെ ക്വസ്റ്റ്യനാണ്, ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ്? നമ്മുടെ ഉറുമ്പ് കടിക്കുമ്പോൾ ആ ഉറുമ്പ് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന ആസിഡ് ഏത് എന്നാണ് ചോദ്യം. ഏതാണ് അത്? ഓപ്ഷൻ എ ഫോമിക് ആസിഡ്. ഏതാണ്? ഫോമിക് ആസിഡ്. ഇനി 62ാമത്തെ ക്വസ്റ്റ്യനാണ്, താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി വിസരണമാണ് ശരിയായ ഉത്തരം. ചാരണം, സംവഹനം, വികിരണം എന്നീ രീതികളിലൂടെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു. എന്നാൽ വിസരണത്തിലൂടെ താപപ്രേഷണം സാധ്യമല്ല. ഇനി 63ാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത് എന്നാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ പിച്ചള ഘടകമായി വരുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ സി സിങ്ക് ആണ് അതിൻ്റെ ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? സിങ്ക്. 64ാമത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 65ാമത്തെ ചോദിക്കാം, മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവൂസിയെ. ആരാണ്? ലാവൂസിയെ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലാവൂസിയാണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിലിറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ചാന്ദ്രയാൻ 3 ആണല്ലേ. ചാന്ദ്രയാൻ 3. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക, ശരിയായ ഉത്തരം കണ്ടെത്തുക. ക്ഷയം എന്നാ പരത്തുക? ക്ഷയം പരത്തുന്ന ഏതാണ്? ക്ഷയം മൈക്രോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. എലിപ്പനി വരുന്ന ഏതാണ്? ലെപ്റ്റോസ്പൈറ അല്ലേ. എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ. എലിപ്പനി ലെപ്റ്റോസ്പൈറ. എങ്കിൽ ഡെങ്കിപ്പനി ഏതാണ്? വൈറസ്. ഡെങ്കിപ്പനി, ക്ഷയം മൈക്രോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, ഡെങ്കിപ്പനി വൈറസ്, മലമ്പനി പ്ലാസ്മോഡിയം. ഇനി മന്ത് രോഗം പരത്തുന്ന കൊതുക് ഏതാണ്? മന്ത് രോഗം പരത്തുന്ന കൊതുക് ക്യുലെക്സ് ആണല്ലേ. ക്യുലെക്സ് പെൺകൊതുകുകളാണ് ഇത് മന്ത് പരത്തുന്ന കൊതുക് ഏതാണ്? ക്യുലെക്സ്. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏതാണ്? താഴെ പറയുന്നതിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏതാണ്? നമുക്കറിയാം മീസിൽസ് രോഗം. എതിരെ പകരുക? മീസിൽസ്. വായുവിലൂടെ പകരുന്ന രോഗമാണ് മീസിൽസ്. വായുവിൽ കൂടി പകരുന്ന രോഗത്തിന് ഉദാഹരണമാണ് ഇത് മീസിൽസ്. 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പ്. ഏതാണ്? ഇരുമ്പ്. ഹീമോഗ്ലോബിൻ അടങ്ങിയ ഏതാണ്? ഇരുമ്പാണ്. ഇനി ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വേർഡ് ജെന്നർ. 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്പിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നതിന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. തെറ്റല്ലേ? ഇൻസുലിൻ കുറയുന്നതാണ് പ്രമേഹത്തിന് കാരണം. ഇനി രണ്ടാമത്തെ പ്രസ്താവന, മസ്തിഷ്കത്തിലെ രക്തക്കുഴൽ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അത് ശരിയായ പ്രസ്താവനയാണ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം എന്ന് പറയാം. ഇനി മൂന്നാമത്തെ പ്രസ്താവന, അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയെ എന്ത് പറയാം? അതിനെ ക്യാൻസർ എന്ന് പറയുന്നു. എന്താണ് ക്യാൻസർ? അപ്പം എന്താണ് ക്യാൻസർ? അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. ശരിയായ പ്രസ്താവനയാണ് അല്ലേ. ഇനി നാലാമത്തെ പ്രസ്താവന എന്താ പറയുന്നത്? ഫാറ്റി ലിവർ. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവർ എന്നാണ് പറയുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. കരളിൽ എന്ത് അടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവർ? കൊഴുപ്പ്. ഗ്ലൂക്കോസ് അല്ല,
കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. അപ്പം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. എംഫിസിമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? എംഫിസിമ ബാധിക്കുന്ന അവയവം ഏതാണ്? യെസ്, ഓപ്ഷൻ സി ശ്വാസകോശം. എംഫിസിമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് ഏത്? മൃതസഞ്ജീവനി. ഏതാണ്? മൃതസഞ്ജീവനി. 76ാമത്തെ ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? എന്താണ് ക്വസ്റ്റ്യൻ? 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. ആരാണ്? ഹർമൻപ്രീത് സിംഗ്. 78ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏതാണ്? 70ാം ദേശീയ ചലച്ചിത്ര അവാർഡ് അർഹമായ മികച്ച ചിത്രം ആട്ടം. ഓപ്ഷൻ ബി ആട്ടമാണ് ശരിയായ ഉത്തരം. ഇനി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യരത്തിൽ എത്തുന്നത് ഏതിലൂടെ എന്നാണ് ചോദ്യം. എന്താണ്? അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യരത്തിൽ എത്തുന്നത് മലിനജലത്തിലൂടെയാണ്. ഏതിലൂടെയാണ്? മലിനജലത്തിലൂടെ. 80ാമത് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISRO അല്ലേ? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? യെസ്, ആരാണ്? ഡോക്ടർ എസ് സോമനാഥ്. ആരാണ്? എസ് സോമനാഥാണ്. യെസ്, ഓക്കെ അല്ലേ? ഇപ്പം 80 GK ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ കാണുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ, സി യു.